ഹായ് ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കൊമ്പൂച്ച ഉണ്ടാക്കാം. കൊമ്പൂച്ച, അതിനാണ് ഞാൻ ഈ പാത്രം കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കൊമ്പൂച്ച ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ പല വീഡിയോസും കണ്ടു കാണും. അതുകൊണ്ട് ഞാൻ കൊമ്പൂച്ചയുടെ ഉപയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഞാൻ കുറച്ചു കാലമായിട്ട് ഞാനും ഇവിടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കൊമ്പൂച്ച എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ മല്ലു വൈബറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനന്തു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കൊമ്പൂച്ച ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ടാണ് ഞാൻ ഈ പാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സോസ് പാനിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ച് തേയില വെച്ച് തിളപ്പിച്ച് നല്ല മധുരമൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടാണ് ഫെർമെന്റ് ചെയ്തെടുക്കുന്നത്. എല്ലാ പ്രൊസീജിയറും നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ശരി, നമുക്ക് എന്താണല്ലോ ഇതെടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. 1 ലിറ്റർ വെള്ളം, അത് കറക്റ്റ് ഞാൻ അളവ് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളം പറഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടുതൽ ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കളക്കി കഴിഞ്ഞാൽ എന്താ ഒരു മനസ്സമാധാനം. തൽക്കാലം നമുക്ക് ഈ കുട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഗ്യാസ് സ്റ്റൗ കത്തിക്കാം. ഓക്കെ, ഇനി വെള്ളം ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. അപ്പോൾ ഈ വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. ഈ പഞ്ചസാരയാണ് നമ്മളെ ഫെർമെൻറ്റേഷന് കൂടുതലായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെർമെൻറ്റേഷൻ കൂടുതൽ സഹായിക്കുന്നത് പഞ്ചസാരയൊക്കെ നമുക്ക് കുറച്ച് വേറെ പഞ്ചസാര ഇടാം. പലരും പല ടീസ്പൂണും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 1 ടീസ്പൂണിൽ അളവെന്ന് ഇടുകയാണ്. എത്രത്തോളം ഷുഗർ കൂടുന്നോ അത്രത്തോളം കൂടുതൽ കാർബൺ ഡയോക്സൈഡ് നമുക്ക് കിട്ടും. ഫെർമെൻറ്റേഷൻ അത്രത്തോളം വേഗത്തിൽ നടക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അളവ് പിടിച്ചങ്ങിടാത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഞാനൊരു ഗ്രീൻ ടീയുടെ ഒരു പാക്കറ്റ് ഇടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും. നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത് നോർമൽ നമ്മളുടെ തേയിലപ്പൊടി മാത്രമാണ്. ഗ്രീൻ ടീ ഇടണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഗ്രീൻ ടീ ഇട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയ ഫ്ലേവർ ഇച്ചിരി ടേസ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രീൻ ടീയുടെ ഒരു പാക്കറ്റും കൊടുത്തേക്കാം. ജസ്റ്റ് ഇങ്ങോട്ട് കിടന്നുകൊണ്ട് അതിനനുസരിച്ച് ഇതായിക്കോളും. ഗ്രീൻ ടീ ഫ്ലേവർ ഇറങ്ങിക്കോളും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് തേയിലപ്പൊടി, നമ്മൾ നോർമൽ തേയിലപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ തേയിലപ്പൊടി. അല്ലാതെ ഇതിനങ്ങനെ സ്പെഷ്യൽ തേയിലപ്പൊടി ഒന്നും വേണമെന്നൊരു നിർബന്ധമില്ല. തേയിലപ്പൊടി ഇടുക, ഒരു 2-3 സ്പൂൺ ഇടുക. ചുള്ളിനോട്ട് കടുപ്പത്തിരിക്കുകയാണെങ്കിൽ ചൂടായി കഴിയുമ്പോൾ തണുപ്പിക്കാൻ വേണ്ടി ഇച്ചിരി 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കും. ആ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇച്ചിരി ലൈറ്റായിട്ട് വരും. ഒത്തിരി കടുപ്പത്തിലുള്ള തൈല എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെയാണ് ഒത്തിരി കടുപ്പത്തിൽ കൊമ്പൂച്ച വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും. അപ്പോൾ ലൈറ്റായിട്ട് മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ട് 1 ലിറ്റർ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കുമ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊരു തിളച്ചിട്ടുണ്ട്. തിളച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. ഓക്കെ, ഇത് തണുത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് കുറച്ച് സമയം എടുത്തത് മൊത്തം തണുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ശകലം പോലും ചൂടില്ലാതെ ആയി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കോപ്പിയിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് കാരണം നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്കോബിയിലെ മൈക്രോബ്സ് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് നമ്മൾ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്യാവും. ഓക്കെ, ഞാൻ തൽക്കാലം ഗ്യാസ് എന്തായാലും ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം എന്തായാലും തണുക്കട്ടെ. തണുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും തിളച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അതിൻ്റെ ഇതൊന്ന് ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. നിർബന്ധമൊന്നുമില്ല, ഇച്ചിരി ലൈറ്റായിട്ടുള്ള ഫ്ലേവറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൈറ്റായിട്ട് ഫ്ലേവർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഗുണം. 1 ലിറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ലിറ്റർ കൊമ്പൂച്ച നിർത്തുന്ന ഒഴിക്കാം. ഏത് അതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഇത് ഞാൻ 4-5 പ്രാവശ്യം ചെയ്തിട്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ എടുത്ത് വെച്ചിരുന്ന അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈ നിങ്ങളിവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കിടക്കുന്നുണ്ടോ റബ്ബർ ഷീറ്റ് ഒരു സാധനം കിടക്കുന്നുണ്ടോ, ഒരു ഇത്
സോ ഇതാണ് സ്കോബി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഞാനിത് മേടിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കൊമ്പൂച്ച മേടിച്ച് ഒഴിച്ച് എടുക്കാം, അതായത് സമയം എടുക്കും. ഇത് സ്കോബി ആകുമ്പോൾ നമുക്കൊരു 10 ദിവസം കൊണ്ട് ഫെർമെൻറ്റേഷൻ നടത്താൻ പറ്റും. മറ്റാണെങ്കിൽ 10, 15, 20 ദിവസം കൊണ്ട് ഫെർമെൻറ്റേഷൻ ആകത്തുള്ളൂ. കൊമ്പൂച്ച മേടിച്ചൊഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ കൊമ്പൂച്ച എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അതായത് ഫ്ലേവർ ചെയ്യാത്ത കൊമ്പൂച്ചകളാണ്. ആ കൊമ്പൂച്ച ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കോബി ഉണ്ടാക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ സ്കോബി മേടിക്കാൻ കിട്ടും, അങ്ങനെ ചെയ്യാം. അതല്ലാതെ വേറെ വഴികളുണ്ട് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം, കമൻറ്റ് ചെയ്താൽ താഴെ. സോ ഇപ്പോൾ ഇതാണ് നമ്മളുടെ സ്കോബി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒത്തിരി തേയിലുണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാം നമുക്ക് വേണ്ട. തേയിലില്ലാത്തത് മതി, അതുകൊണ്ട് അത് നമുക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചാൽ മതി. തൽക്കാലം ഞാൻ ഇത്ര ഇത് നിറയ്ക്കുന്നുള്ളൂ. ഒത്തിരി നിറച്ചു കഴിഞ്ഞാൽ ഇത് ഫെർമെന്റേഷൻ ആകാനായിട്ട് വരും. അതുപോലെ തന്നെ ഇച്ചിരൂടെ വീതിയുള്ള വായുള്ള പാത്രം എടുത്തിട്ട് ഫെർമെന്റേഷൻ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. സോ ഇത്രയും ആണ് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഒരു കോട്ടൺ തുണി കൊണ്ട് കെട്ടി നമ്മളൊരു 10 ദിവസത്തേക്കോ അല്ലെങ്കിൽ 8 ദിവസത്തേക്കോ 8 or 10 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതാവും. കൂടുതൽ ദിവസം ഇരിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഫെർമെന്റ് ആവും. വെച്ചങ്ങനെ അടച്ചു വെക്കാം. സോ ഞാൻ ഈ തുണി വെച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം. സോ യെസ്, നമ്മളിത് ക്ലോസ് ചെയ്തു. ഇനി ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ഫെർമെന്റേഷൻ ആവും. ഒരു 8 ദിവസം മതി ഫെർമെന്റേഷൻ ആവാനായിട്ട് നോർമലി. ചില സമയങ്ങളിൽ ഫെർമെന്റേഷൻ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാനായിട്ട് താമസമില്ല. അങ്ങനെ ഒരു 10-15 ദിവസം വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഒരു 10-16 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഇതെന്തായി എന്നറിയില്ല. നമ്മൾ കഴിഞ്ഞ 10-16 ദിവസം മുമ്പ് ഇട്ട് വെച്ചിരുന്ന സ്കോബി ഇട്ട് വെച്ചിരുന്ന നമ്മളുടെ കൊമ്പുച്ച എന്തായി എന്നറിയില്ല. സാധനം ദൈവം എടുത്തിട്ടുണ്ട്. സെറ്റാണോ തോന്നുന്നു. ടേസ്റ്റ് നോക്കാം. അടിപൊളി സാധനം. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലേവർ ചെയ്യാൻ പോവുകയാണ്. ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ കുപ്പിയുടെ പകുതി നമ്മൾ കൊമ്പൂച്ച ഇറക്കും, ബാക്കി പകുതി നമ്മൾ ജ്യൂസ് ചെയ്താൽ നമ്മൾ ഫ്ലേവർ ചെയ്യേണ്ട ഫ്ലേവറിൻ്റെ ജ്യൂസ് നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ടുള്ള ജ്യൂസ് ആയിരിക്കും. സോ അതിട്ട് എടുത്തിട്ട് അത് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെച്ച് 2 ദിവസം നമ്മൾ വെക്കും. 2 ദിവസം വെച്ചിട്ട് നമ്മൾ വീണ്ടും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കൊമ്പൂച്ച സെറ്റാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അത് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലേവർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളപ്പോൾ അതുകൊണ്ട് ഈ ചോപ്പ് ഇത് കൊള്ളാം, നല്ല വെറൈറ്റി ചോപ്പാണ്. സിലിക്ക വെച്ചിട്ടുള്ള ഇതാണ്, മണലാണ് വരുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് എടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഒരു ബിസിനസ് വരുന്നുണ്ടോ? കുറച്ച് എപ്പോഴും നമുക്ക് കുറച്ച് കൊമ്പൂച്ചിനകത്ത് വെച്ചേക്കാം. ഇത് മൊത്തത്തിൽ ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ പിടിക്കാൻ കൊള്ളത്തില്ല. സ്കോബി ഡെഡാവും. ഡെഡായി കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് കുറച്ച് കൊമ്പൂച്ച ഇതിനകത്ത് എപ്പോഴും നമ്മളൊരു ബാക്കപ്പായിട്ട് ഒഴിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും ബാക്കപ്പായിട്ട് കിടന്നുണ്ട് നല്ലത്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ സാധനം മാങ്ങ ജ്യൂസ്, അതായത് മാംഗോ ജ്യൂസാണ്. സോ ഇത് ഞാൻ നേരത്തെ അടിച്ചു വെക്കുന്നതാണ്. നമുക്കിതങ്ങ് ഒഴിച്ച് വെക്കാം. അത് നമ്മളിപ്പോൾ ഇതൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര ഒരു പത കയറി വരുന്നു.
ഇപ്പോഴേ ഇത്ര ഓക്കെ. ഇനി നമുക്ക് ഇത് 2 ദിവസത്തേക്ക് അടച്ച് വെച്ചിട്ട് ഫെർമെന്റേഷൻ ചെയ്യാൻ പറ്റാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൊമ്പുച്ച റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഈ സാധനം ഞാൻ ഫെർമെന്റേഷൻ ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ് 2 ദിവസം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം എന്താ നടക്കുന്നുള്ളത്. അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം, മാക്സിമം നോക്കാം. സോ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം 3 ദിവസമായി. 2 ദിവസം വെക്കാൻ പറഞ്ഞത്. അപ്പോൾ 3 ദിവസം വെച്ചിട്ട് എടുത്തേക്കുന്നതാണ് ഈ കുപ്പി. ഇതിന് മുമ്പ് 2 ദിവസത്തെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് കുടിച്ച്. അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ചൂട് ഒരു പതക്കോരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 ദിവസം വെച്ച നമ്മളുടെ കൊമ്പുച്ചയാണ്, മാംഗോ കൊമ്പുച്ച. ഓക്കെ. സോ നമുക്കിത് പൊട്ടി നോക്കാം എങ്ങനെ ഇതിൻ്റെ പിസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പറന്ന് പതിരിക്കാൻ വേണ്ടി നമുക്ക് ഈസാണ് ഉപയോഗിക്കാം. ഓക്കെ. ഓ മോനെ, ആ ഒരു ഗ്യാസ് ഉണ്ടോ പ്രതീക്ഷിച്ച അത്ര മേലോട്ട് പൊങ്ങിയില്ല. ഇപ്പൊ പക്ഷെ പൊങ്ങി വരും കേട്ടോ. കണ്ടോ ക്യാമറ കണ്ടോ പൊങ്ങി വരുന്നുണ്ടോ കണ്ടോ ആ പിസ് കണ്ട. ആ 3 ദിവസം വെച്ച് ഫെർമെന്റ് അതിൻ്റെ എല്ലാ സാധനവും ഉണ്ട്. കേട്ടോ അടിപൊളിയായിട്ട് ഫിസ്സായിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ പീസ് അടിപൊളി അടിപൊളി സാധനം. നമ്മുടെ ഈ മാംഗോയും സോഡ എന്താ പറയുന്നത് മാങ്ങാ സോഡ എന്നൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ട് ഒരു ഫീലില് ഇപ്പോൾ അടിപൊളി സാധനം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.